നമ്മളോട് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ക്യാരക്ടർ സ്കെച്ചാണ് നമ്മുടെ ഗ്രാൻഡ്മയുടെ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. ഗ്രാൻഡ്മയുടെ ക്യാരക്ടർ സ്കെച്ച് അല്ലെങ്കിൽ മണിയുടെ ക്യാരക്ടർ സ്കെച്ച് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും പഠിച്ചു പോകേണ്ട ഒരു ക്യാരക്ടർ സ്കെച്ചാണ്. സോ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് ഗ്രാൻഡ്മയുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാൽ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലോങ് വാക്ക് വിത്ത് ഗ്രാനിയിൽ നിന്നാണ് ഈ ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം ഗ്രാൻഡ്മയെ കുറിച്ചിട്ട് നമുക്ക് എന്തൊക്കെ പറയാം. ഗ്രാനി ഈസ് എ ഓൾഡ് ലവിംഗ് വുമൻ ഹു വാസ് കെയർഡ് ഫോർ ഹർ ഗ്രാൻഡ്സൺ മണി സിൻസ് ഹിസ് മദർ ഈസ് ഡൈഡ്. നമ്മുടെ മണിയുടെ അമ്മ മരിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവനെ നോക്കി വളർത്തിയതും അവനെ കെയർ ചെയ്തതും അവനെ സ്നേഹിച്ചിട്ടുള്ളതൊക്കെ ഒരുപാട് സ്നേഹിച്ച് വളർത്തിയതൊക്കെ അവൻ്റെ ഗ്രാൻഡ്മയാണെന്ന് പറയാം. ഷീ ഹാസ് വീക്ക് ഐസൈറ്റ് ആൻഡ് യൂസസ് ദ സെയിം ഗ്ലാസസ് ഫോർ ഓവർ 10 years but never complains. അവർ ധരിച്ചുകൊണ്ടിരുന്നത് 10 വർഷത്തോളമായിട്ടില്ലേ ആ പഴയ പൊട്ട കണ്ണടയാണ്. അവർക്ക് കണ്ണിന് കാഴ്ചയില്ല എന്ന് നമുക്ക് പറയാം. ഷീ ഈസ് സ്ട്രോങ് ആൻഡ് ആക്റ്റീവ്, വാക്കിംഗ് ലോങ് ഡിസ്റ്റൻസ് വിത്തൗട്ട് ടയറിങ് ആൻഡ് ഓൾവേസ് കെയറിങ് ഫോർ മണി. അവർ ഇത്രയും ദൂരം നടന്നാ പോയത്. അപ്പോൾ അവർ സ്ട്രോങ് ആണെന്നുള്ളത് പറയാം. ഫിസിക്കലി ഭയങ്കര സ്ട്രോങ് ആണ്, ആക്റ്റീവ് ആണെന്ന് പറയാം. ചിയർഫുൾ ആൻഡ് ഹ്യൂമറസ്, ഷീ സ്മൈൽസ് ആൻഡ് മേക്സ് ജോക്സ് ഈവൻ ഇൻ ഹാർഡ് ടൈംസ്. അതായത് ഏത് ദുർഘടം പിടിച്ച സമയത്താണെന്നുണ്ടെങ്കിലും അവർ ഭയങ്കര ചിയർഫുൾ സന്തോഷത്തോടെയും ഭയങ്കര തമാശയൊക്കെ പറയുന്ന ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എന്ന് നമുക്ക് പറയാം. ബ്രേവ് ആണ്, ഡിറ്റർമൈൻഡ് ആണ്. ബ്രേവ് എന്ന് വെച്ചാൽ ധൈര്യശാലി എന്നാണ് അർത്ഥം അല്ലേ. ധൈര്യശാലി എന്നാണ് അർത്ഥം. ധൈര്യശാലി എന്നാണ് അർത്ഥം. ഡിറ്റർമൈൻഡ് എന്ന് വെച്ചാലോ, ഡിറ്റർമൈൻഡ് വെച്ചാൽ ദൃഢനിശ്ചയമുള്ള ഒരു ക്യാരക്ടർ എന്നാണ്. അല്ലെങ്കിൽ ചെയ്യാൻ വിചാരിച്ച കാര്യം, തീരുമാനിച്ച കാര്യം ചെയ്യും എന്നുള്ള ഒരു സ്ട്രോങ് ഡിസിഷൻ മേക്കിംഗ് പവറിനെയാണ് നമ്മൾ ഡിറ്റർമിനേഷൻ എന്ന് പറയാം. ഷീ ഫേസസ് ചാലഞ്ചസ് വിത്തൗട്ട് ഗിവിംഗ് അപ്പ്. ഗിവ് അപ്പ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, വിട്ടുകൊടുക്കുക എന്നുള്ള അർത്ഥം. അങ്ങനെ വിട്ടുകൊടുക്കാതെ അവരുടെ ലക്ഷ്യത്തിലേക്ക് ചാലഞ്ചസുകളൊക്കെ ഫേസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ക്യാരക്ടറാണെന്ന് പറയാം. Granny's love, kindness and energy show that age cannot stop someone from being caring and happy. നമ്മൾ എത്ര പ്രായമായി കഴിഞ്ഞാലല്ലേ നമുക്ക് സ്നേഹം കാണിക്കുന്നതിനും നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നതിനും പ്രായമൊന്നും ഒരു വിഷയമല്ല എന്നുള്ളത് നമ്മുടെ അമ്മൂമ്മയുടെ ഗ്രാൻഡ്മയുടെ ലവ് ആൻഡ് കൈൻഡ്നസ് ആൻഡ് എനർജി നമുക്കത് കാണിച്ചു തരുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഷീ എൻജോയ് സ്പെൻഡിങ് ടൈം വിത്ത് മണി ആൻഡ് ട്രഷേഴ്സ് എവറി മൊമെന്റ് വിത്ത് ഹിം. അല്ലേ, അവന് ഒരുപാട് ഇഷ്ടമുള്ള, മണീനെ ഒരുപാട് ഇഷ്ടമാണ് നമ്മുടെ ഗ്രാൻഡ്മക്ക് കിട്ടും. അവൻ്റെ കൂടെയുള്ള എല്ലാ മൊമെന്റും അവർ ചെറിഷ് ചെയ്യാറുണ്ട്. ഹർ കറേജ് എന്ന് വെച്ചാൽ എന്താ, ധൈര്യം. കറേജ് ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇൻസ്പയർ എന്ന് വെച്ചാൽ നമ്മളെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. എവ്രി വൺ എറൗണ്ട് ഹർ, അവരുടെ ചുറ്റിലുള്ള എല്ലാവരെയും അത് ഇൻസ്പയർ ചെയ്യിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഷീ ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് ലവ്, സ്ട്രെങ്ത് ആൻഡ് ഡിറ്റർമിനേഷൻ ഇൻ ഓൾഡ് ഏജ്. എത്ര പ്രായമായാലും എത്ര വാർദ്ധക്യത്തിലാണെങ്കിലും അല്ലേ, ഡിറ്റർമിനേഷനും അതായത് ദൃഢനിശ്ചയം, ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങൾ എന്തായാലും ചെയ്യും എന്നുള്ള ആ ഒരു ക്വാളിറ്റിക്കാണ് നമ്മൾ ഡിറ്റർമിനേഷൻ എന്ന് പറയാം. അവരുടെ ഒരു സ്ട്രെങ്ത്തും അവർക്ക് എക്സ്പ്രഷൻ ഓഫ് ലവ് അല്ലെങ്കിൽ സ്നേഹത്തിനെ പ്രകടിപ്പിക്കുന്ന രീതിയൊക്കെ ശരിക്കും ഇൻസ്പയറിംഗ് ആണ് എന്നുള്ളത് നമുക്ക് പറയാം. സോ ക്യാരക്ടർ സ്കെച്ചിൽ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയോ, നമ്മൾ ഫോക്കസ് പോകുന്നത് ക്യാരക്ടറിന്റെ സ്വഭാവ വിശേഷണങ്ങളിലേക്ക്, അല്ലാതെ നമ്മൾ കഥ വീണ്ടും വീണ്ടും പറഞ്ഞു കഴിഞ്ഞാലല്ലേ നിങ്ങളുടെ മാർക്ക് പോവുകയുള്ളൂ. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ക്യാരക്ടറിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കെയറിങ് ആണെന്ന് പറയുന്നുണ്ട്, ലവിങ് ആണെന്ന് പറയുന്നുണ്ട്, നെവർ കംപ്ലൈൻസ് എന്ന് പറയുന്നുണ്ട് അല്ലേ, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ആളാണെന്ന് പറയുന്നുണ്ട്, ഭയങ്കര ഡിറ്റർമിനേഷൻ ഉണ്ട്, ചാലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യും, അവരുടെ സ്നേഹം, അവരുടെ കൈൻഡ്നസ്, അവരുടെ എനർജി, അവർ ഭയങ്കര കെയറിങ് ആൻഡ് ഹാപ്പി ആണെന്ന് ഞാൻ ഇവിടെ പറയുന്നുണ്ട്. പിന്നെന്താ, അവർക്ക് ബാക്കിയുള്ള ക്യാരക്ടേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് പറയാം. മണീനെ ഒരുപാട് കെയർ ചെയ്യുന്ന, സ്നേഹിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ അവരുടെ കറേജ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അതൊക്കെ നമ്മളെ ഇൻസ്പയർ ചെയ്യും. അവരുടെ ഡിറ്റർമിനേഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ ക്യാരക്ടർ സ്കെച്ച് എഴുതേണ്ടത്. അല്ലാതെ കഥയിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് കുറേ പ്രാവശ്യം പറയേണ്ട. ക്യാരക്ടറിനെ കുറിച്ചിട്ട് നമുക്ക് അറിയാവുന്ന ക്യാരക്ടറിന്റെ സ്വഭാവ വിശേഷണങ്ങളാണ് നമ്മൾ അവിടെ പറയേണ്ടത്. ഒന്നെങ്കിൽ നമ്മളോട് ചോദിക്കാൻ പോകുന്നത് നമ്മുടെ ഗ്രാൻഡ്മയുടെ ആയിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒന്നാമത്തെ ചാപ്റ്റർ തന്നെയുള്ള നമ്മുടെ മണിയുടെ ആയിരിക്കും ക്യാരക്ടർ സ്കെച്ച് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് കേട്ടോ. നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തുന്നില്ല, നമ്മൾ ഇനിയും ഒരുപാട് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം, അടുത്ത ലൈവിൽ കാണാം. അതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം പറയട്ടെ, ഈ ഒരു വീഡിയോയുടെ പ്രസന്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു നോട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഓണം എക്സാമിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ താഴെ കൊടുക്കാം, നിങ്ങളൊന്ന് പോയി നോക്കിയാൽ മതി. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ചാപ്റ്റർ സമ്മറിയും നോട്ട്സും PYQും തേങ്ങ മാങ്ങ എല്ലാം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. PYQ ഉണ്ടാവില്ല, അത് PYQ എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കിയുള്ള എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും യൂസ്ഫുൾ ചെയ്യണേ. കാരണം നമ്മുടെ അവസാന ഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ട് വരുന്നത് നോട്ട്സ് ആണ്. നോട്ട്സിൻ്റെ
ഉണ്ടെങ്കിലേ നമുക്ക് ഇംഗ്ലീഷൊക്കെ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ നിങ്ങളത് മേക്ക് യൂസ് ഓഫ് ഇറ്റ്, നിങ്ങളത് ഉപകാരപ്പെടുത്തും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് എനിക്ക് ഇങ്ങോട്ട് തരണം. അതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം താഴെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഗ്രാമർ ടോപ്പിക്കുകളോ അല്ലെങ്കിൽ ഞാൻ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ കമൻറ്റ് ചെയ്താലേ എനിക്ക് മനസ്സിലാവുള്ളൂ എന്തൊക്കെയാണ് ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെന്നുള്ളതോ. അത് നിങ്ങൾ മറന്നു പോകരുത്. എന്തായാലും ഒരു റെഡ് ഹാർട്ടെങ്കിലും എനിക്ക് ഇങ്ങോട്ട് തരണം. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ബൈ. I'll see you on the next video. Bye.